أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ. സദഖല്ലാഹുൽ അസീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് മറിയമിൻ്റെ 12, 13, 14, 15 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വത്തിൻ വആതൈനാഹുൽ ഹുക്മ സ്വബിയ്യാ. യാ യഹ്യ, ഹേ യഹ്യ, ഖുദിൽ കിതാബ ബിഖുവ്വ, നീ വേദഗ്രന്ഥം ബലമായിട്ട് സ്വീകരിച്ചു കൊള്ളുക. ഈ വേദഗ്രന്ഥം നീ ബലമായിട്ട് സ്വീകരിച്ചു കൊള്ളുക. വആതൈനാഹുൽ ഹുക്മ, നാം അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകി, പരിജ്ഞാനം നൽകി. സ്വബിയ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നാം പരിജ്ഞാനം നൽകി. വഹനാനം മിൻ ലദുന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ള അനുകമ്പയും അദ്ദേഹത്തിന് കൊടുത്തു. വഹനാനം മിൻ ലദുന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ള അനുകമ്പയും അദ്ദേഹത്തിന് നൽകി. വസക്കാത്തൻ, അതേപോലെ പരിശുദ്ധിയും നാം അദ്ദേഹത്തിന് നൽകി. വസക്കാത്തൻ, പരിശുദ്ധിയും നൽകി. വകാന തഖയ്യ, അദ്ദേഹം തഖ്വയുള്ള ആളായിരുന്നു, ധർമ്മനിഷ്ഠയുള്ള ആളായിരുന്നു അദ്ദേഹം. വബർറം ബിവാലിദൈഹി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹം നന്മ ചെയ്യുമായിരുന്നു. വലം യക്കുൻ, അദ്ദേഹം ആയിരുന്നില്ല, ജബ്ബാറൻ, ഒരു അഹങ്കാരി അല്ലെങ്കിൽ ഒരു നിഷ്ഠൂരൻ, അതുപോലെ അസിയ, അനുസരണം കെട്ടവനും. അദ്ദേഹം നിഷ്ഠൂരനും അതുപോലെ തന്നെ അനുസരണം കെട്ടവനും ആയിരുന്നില്ല. വസലാമുൻ അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകും. വസലാമുൻ അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകും. യൗമ വുലിദ, അദ്ദേഹം ജനിച്ച ദിവസം. വയൗമ യമൂതു, അദ്ദേഹം മരിക്കുന്ന ദിവസവും. വയൗമ യുബ്അസു ഹയ്യ, അദ്ദേഹം ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലും. അദ്ദേഹം ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മേൽ സമാധാനം, സലാം ഉണ്ടായിരിക്കുന്നതാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ധ്യയായിരിക്കെ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അതാണ് യഹ്യ നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തെ അള്ളാഹു നേരിട്ട് വിളിക്കുകയാണ്. യാ യഹ്യ, ഓ യഹ്യ, ഖുദിൽ കിതാബ ബിഖുവ്വ, ഖുദിൽ കിതാബ ബിഖുവ്വത്തിൻ, നീ ശക്തിയോടുകൂടി ഗ്രന്ഥത്തെ സ്വീകരിക്കുക. ഗ്രന്ഥത്തെ ശക്തിയോടുകൂടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിലുള്ളത് എന്തൊക്കെയാണോ ദൗത്യ നിർവഹണം, അത് കാര്യക്ഷമമായി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സ്വബിയ്യ, അദ്ദേഹത്തിൻ്റെ ഹുക്മ് അഥവാ
അദ്ദേഹത്തിനുള്ള തൗറാത്തിലും ദീനിലുമൊക്കെയുള്ള അങ്ങേയറ്റത്തെ പരിജ്ഞാനം, അറിവ്, അത് അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ, സ്വബീയായിരിക്കുമ്പോൾ തന്നെ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ധാരണ അള്ളാഹു നൽകിയിട്ടുണ്ടായി. വഹനാനം മില്ലതുന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുകമ്പയും അദ്ദേഹത്തിന് അള്ളാഹു നൽകുകയുണ്ടായി. കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദവും വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന അസഹ്യമായ അവസ്ഥയും ഒക്കെ കൂടിയാണ് ഹനീൻ എന്ന് പറയാം. ഒട്ടകത്തിൻ്റെ കുട്ടികൾ ഒട്ടകത്തിൻ്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അതൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദത്തിന് അറബിയിലെ ഹനീനുൻ നാക്ക, നാക്കത്തിൻ്റെ ഹനീൻ, ഒട്ടകത്തിൻ്റെ ഹനീൻ എന്നാണ് ആ ശബ്ദത്തിന് പറയുന്നത്. അപ്പോൾ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അങ്ങേയറ്റത്തെ വിരഹവേദന, അതാണ് ഹനാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹനാനം മില്ലതുന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ള അനുകമ്പയും, സക്കാത്തൻ, അതേപോലെ തന്നെ പരിശുദ്ധിയും, വക്കാന തഖയ്യ, അദ്ദേഹം തഖവയുള്ള ആളായിരുന്നു. വബർറൻ ബിവാലിദൈഹി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്ത ആളായിരുന്നു. സക്കരിയ നബിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ വയസ്സായ അവസ്ഥയിലാണല്ലോ ഇദ്ദേഹം ജനിക്കുന്നത്. മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ പ്രിയം, അവരെ ഒരു സമയത്തും പിണക്കാത്ത രൂപത്തിൽ അവർക്ക് വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. ബർറൻ ബിവാലിദൈഹി, മാതാപിതാക്കളെ ശരിക്കും ശ്രദ്ധിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ആരാധന കഴിഞ്ഞാൽ തൊട്ടുടനെ പറയുന്ന സംഗതിയാണ്. അത് ലുക്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകനോട് ഉപദേശിച്ചപ്പോഴുമൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് മാതാപിതാക്കൾക്കുള്ള ഗുണം ചെയ്യുക എന്നാണ് പറയുന്നത്. സക്കരിയ നബിയും അതുപോലെ തന്നെ മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ ബഹുമാനമുള്ള, അവർക്ക് പരമാവധി നന്മ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. വലം യക്കുൻ ജബ്ബാറൻ അസിയ, അദ്ദേഹം ഒരിക്കലും തന്നെ ജബ്ബാറായില്ല, അഹങ്കാരിയായില്ല. അതേപോലെ തന്നെ അഷിയ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന, അനുസരണം കെട്ടയാളായിട്ട് മാറിയിട്ടുമില്ല. അതായത് തികഞ്ഞ ഒരു ഭക്തനായ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു സക്കരിയ അലൈഹിസ്സലാം. വസലാമുൻ അലൈഹി, അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സലാം, സമാധാനമുണ്ട്. അത് യൗമ ഉലിദ, അദ്ദേഹം ജനിച്ചപ്പണ്ട്, വയോമ യമൂത്തു, അദ്ദേഹം മരിക്കുമ്പോഴുണ്ട്, വയോമ യുബ്അസു ഹയ്യ, ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസത്തിലും അള്ളാഹുവിൻ്റെ സമാധാനം അദ്ദേഹത്തിനുണ്ട്. സക്കരിയ അലൈഹിസ്സലാം ശത്രുവിൻ്റെ കൈകൊണ്ട് അറക്കപ്പെട്ടതാണ്. രാജാവ് അദ്ദേഹത്തിൻ്റെ കാമുകിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ തല അറുത്ത് വെച്ച് നീട്ടുന്ന വളരെ ക്രൂരമായൊരു ചെയ്തി ഇതിന് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള യഹ്യ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് മറ്റ് അമ്പിയാക്കൾക്കൊന്നുമില്ലാത്ത സവിശേഷത അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതായത് ഈ സലാം അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിലും മലക്കുകളിൽ നിന്നുള്ളതാണെങ്കിലും യഹ്യ നബി അലൈഹി സ്വലാമിൻ്റെ മഹത്വം വിളിച്ചറിയിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ മലക്കുകൾ സലാം
നേരുകയില്ല. അപ്പോൾ ഈ സലാം നേർക്ക് നേരെ അള്ളാഹുവിൻ്റെ വാക്കായി വന്നാലും മലക്കുകളുടെ വാക്കായി വന്നാലും അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി പറഞ്ഞിട്ടുള്ളതാണ്. മറ്റ് നബിമാരെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞതായി കാണുന്നില്ല. യഹ്യ അലൈഹിസ്സലാമിന് വളരെ കുറഞ്ഞ ആയുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തെ എണ്ണിയിട്ടുള്ളത്. ജക്കരിയ അലൈഹി ഇസ്ലാമിന് വാർദ്ധക്യ സന്ദർഭത്തിൽ കിട്ടിയ കുട്ടിയാണെങ്കിലും ഒരു ഷഹീദിൻ്റെ വാപ്പയാകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. ജക്കരിയ നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ട് വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ യഹ്യ നബി അലൈഹി ഇസ്ലാമും ഷഹാദത്ത് വരിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് നന്മ വർദ്ധിപ്പിച്ച് തിന്മ പരമാവധി ഒഴിവാക്കി സ്വർഗം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.